പറഞ്ഞു. പക്ഷെ ഞാനല്ല, കർത്താവ് മാത്രം. അത്രയേ ഉള്ളു. ദൈവം നമ്മളെ ദൈവം കൃപ തരുന്നത് നടത്തുന്നതും. ഇന്നത്തെ ക്ലാസ് ദൈവഹിത പ്രകാരം നടക്കാൻ വേണ്ടി പ്രാർത്ഥനയാൽ എല്ലാവരും ഇരിക്കണേ. നമുക്ക് ഫസ്റ്റ് ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ ടോപ്പിക് എന്താണ് നമ്മളുടെ ബൈബിൾ സ്റ്റഡിയുടെ ടോപ്പിക്? കഴിഞ്ഞ ക്ലാസ്സിൽ കൂടിയവർക്ക് അറിയാലോ, പറഞ്ഞു. മെന്റൽ ഹെൽത്ത് ത്രൂ ബിബ്ലിക്കൽ പെർസ്പെക്റ്റീവ്. യെസ്, കറക്റ്റ്. ഫ്രം എ ബിബ്ലിക്കൽ പെർസ്പെക്റ്റീവ്. ഓക്കെ. സോ ഇനി ഒരു ചെറിയ ക്വിസ് ആണ്. നമ്മളെല്ലാം ഒന്ന് റിവൈസ് ചെയ്യുക. കഴിഞ്ഞ ക്ലാസ്സിൽ എന്തൊക്കെയാ പഠിച്ചതെന്നൊന്ന് ക്വിക്ക് റിവിഷൻ. ഓക്കെ. സോ എല്ലാരും നല്ല ഉഷാറായിട്ട് സ്പീഡിന് ആരാ ഫസ്റ്റ് ആൻസർ ചെയ്തത്. ഓക്കെ. സോ മെന്റൽ ഹെൽത്ത് എന്ന് പറഞ്ഞാൽ എന്താ? കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. വാട്ട് ഈസ് മെന്റൽ ഹെൽത്ത്? പറഞ്ഞോ. മനസ്സിന്റെ ആരോഗ്യം. ഓക്കെ, അത് ഇച്ചിരി ഡിഫൈൻ ചെയ്തു. കുറച്ചുകൂടെ ബ്രോഡ് ആയിട്ടല്ലേ പഠിച്ചേ? എന്തൊക്കെയാ? ഇമോഷണൽ, സൈക്കോളജിക്കൽ ആൻഡ് സോഷ്യൽ വെൽബീയിങ്. ഓക്കെ, വെരി ഗുഡ്. ഇനി ഇമോഷണൽ വെൽബീയിങ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ ഫീലിങ്സ്. എമോഷൻസ് എന്ന് പറയുമ്പോൾ ഫീലിങ്സ്. എക്സാമ്പിൾ ക്വിക്ക്ലി, എളുപ്പം പറയാം. കുറച്ച് അതെ, ലവ്, എന്തോ, ഫിയർ, ആംഗർ, സാഡ്നെസ്. വെരി ഗുഡ്. ഓക്കെ, കറക്റ്റ്. സോ ഇമോഷണൽ വെൽബീങ്, എമോഷൻസ് നമ്മൾ പഠിച്ചു. പിന്നെന്തോ പറഞ്ഞ മെന്റൽ ഹെൽത്തിന്റെ സെക്കൻഡ് കോമ്പണന്റ്? സിസ്റ്റർ ജെൻസി ഇപ്പൊ പറഞ്ഞായിരുന്നു. സൈക്കോളജിക്കൽ വെൽബീങ്. അതെന്ന് പറയുന്നത് എന്താ? ഞാൻ ആരാണ്, ഞാൻ എന്തൊക്കെയാണ്. കറക്റ്റ്. സെൽഫ് അല്ലേ? സെൽഫും വീക്ക്നെസ്സും എന്താണ്? സെൽഫ് അവയർനെസ് അല്ലേ? നമ്മള് സെയിം തിങ് മേരി ആന്റി പറഞ്ഞ കറക്റ്റാ. നമ്മുടെ ഞാൻ ആരാന്ന് മനസ്സിലാക്കുക, പിന്നെ എന്റെ വീക്ക്നെസ്, എന്റെ സ്ട്രെങ്ത്, എന്റെ വാല്യൂസ്, ഒത്തിരി കാര്യങ്ങൾ അല്ലെ? ഞാൻ ആരാന്ന് മനസ്സിലാക്കുക, അക്സെപ്റ്റ് ചെയ്യണം. വെരി ഗുഡ്. ഓക്കെ. സോ അതാണ് സെക്കൻഡ്. ലാസ്റ്റ് വൺ മെന്റൽ ഹെൽത്തിലെ വെൽബീങ്, സോഷ്യൽ. അതെന്താണ്? വാട്ട് ഈസ് സോഷ്യൽ? ബന്ധങ്ങൾ, റിലേഷൻഷിപ്സ്. കറക്റ്റ്. സോ ഈ മെന്റൽ വെൽബീങ് എന്ന് പറഞ്ഞാൽ 3 ഏരിയസിലും നമ്മൾ വെല്ലായിട്ടിരിക്കണം. ഈ 3 ഏരിയസ്. ഓക്കെ, നമുക്ക് മുന്നോട്ട് പോവാം. കീ വേഴ്സ് എടുത്തത് ഏതായിരുന്നു ബൈബിളിൽ നിന്ന്? ഏത് വേഴ്സ് ബേസ് ചെയ്താ സ്റ്റാർട്ട് ചെയ്തത്? മർക്കോസ് 12:29-30 വരെ. Correct. Mark 12. Okay. 30-31. Right. Okay. ഇനി ഹാർട്ടിനെ കുറിച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തല്ലോ. കാരണം ആ വാക്യം ഒന്ന് ബൈ ഹാർട്ട് പറയാമോ ആരെങ്കിലും കാണാതെ? ഏതാണ് ഈ മാർക്ക് 12 കീവേഴ്സ്? മാർക്ക് 12:30-31. അതിന് യേശു എല്ലാറ്റിലും മുഖ്യ കൽപ്പനയോ ഇസ്രായേലിലെ കേൾക്കാം, നമ്മുടെ ദൈവമായ കർത്താവ് ഏക കർത്താവ്, ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കാൻ. വെരി ഗുഡ്. കറക്റ്റ് ആന്റി. യെസ്. ഓക്കെ. സോ നമ്മൾ ഇതാണ് കീവേഡ്. സോ ഫസ്റ്റ് അതിൽ പറയുന്നത് ഹൃദയം, ഹാർട്ട് അല്ലേ? ഓക്കെ. സോ നമ്മൾ ഹാർട്ടിനെ കുറിച്ച് പഠിച്ചപ്പം ഹാർട്ടിൽ നിന്ന് എന്തെല്ലാം വരുന്നത്? ഫസ്റ്റ് എന്തോ നമ്മൾ പറഞ്ഞേ? ഹാർട്ടിൽ നിന്ന് എന്താ വരുന്നത്? ഹൃദയമില്ലാത്തതെന്ന് പറഞ്ഞ എന്താ? നമ്മൾ പറയത്തില്ലേ, അവന് ഹൃദയം ഇല്ല. People without any feelings. Right. So first വരുന്നത് എന്തോ? ഫീലിങ്സ്. ഹാർട്ടിൽ നല്ലയോ ഫീലിങ്സ് വരുന്നത്, ഹൃദയം. പിന്നെ അതാണ് നമ്മൾ വായിച്ച Psalm 16 നമ്മൾ വായിച്ചു, എന്റെ ഹൃദയം സന്തോഷിക്കുന്നു, ആനന്ദിക്കുന്നു. പിന്നെ അതെ. സോ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് എമോഷൻസ് വരുന്നത്. പിന്നെ എന്തൊക്കെയാ വരും ഹാർട്ടിൽ നിന്ന്? ജീവന്റെ ഉത്ഭവം, ചിന്തകൾ, തീരുമാനങ്ങൾ അല്ലയോ? അതെങ്ങനെ ജീവന്റെ ഉത്ഭവം എന്ന് പറയാൻ കാരണം എന്താ? ഹൗ ഈസ് ഇറ്റ് റിലേറ്റഡ്? ഓർ ഗിവ് മീ ആൻ എക്സാമ്പിൾ. ഒരു എക്സാമ്പിൾ പറയാമോ? ജീവന്റെ ഉത്ഭവം ഹൃദയത്തിൽ നിന്നാന്ന് പറഞ്ഞാല്? ഹൃദയം നിന്നാൽ ജീവൻ പോകും. ഓക്കെ, അത് ഫിസിക്കല്. ഇനി അത് മതിയോ?
കെട്ട ചിന്തകളും നല്ല ചിന്തകളും ഉണ്ട്. ആ അതുകൊണ്ട് നമ്മളെ അശുദ്ധമാക്കുന്നു, അല്ലാതെ ഹൃദയത്തെ സൂക്ഷിക്കണം. ഓക്കെ സകല ജാഗ്രതയോടും കൂടെ ഹൃദയത്തെ സൂക്ഷിക്കണം. ഓക്കെ. ഇപ്പൊ സൂക്ഷിച്ചില്ലെങ്കിൽ എന്തോ പറ്റും? നമ്മൾ അശുദ്ധമാകും. പാപം ചെയ്യാനിടയാവും. പിന്നെന്തോ പറ്റും? പിന്നെന്തോ പറ്റും? Evil thoughts, murder, all ജീവിതം these. മുഴുവൻ ഇതായിരിക്കും. തീർന്നില്ലയോ? മർഡർ, എന്തെല്ലാം കാര്യങ്ങൾ. ഇഫ് മർഡർ ചെയ്താൽ പിന്നെ അറിയാലോ അപ്പൊ നമ്മുടെ ലൈഫ് എന്തോ ആയിട്ട് എൻഡ് ചെയ്യും. സോ ഒരു ജീവൻ നന്നായിട്ട് ജീവിക്കണോ വേണ്ടേ എന്ന് തീരുമാനിക്കുന്ന ഒരു പാർട്ട് നമ്മുടെ ഹാർട്ട് അല്ലേ? സോ അങ്ങനെ ഇവിടെ അതിന് ഞാൻ എക്സാമ്പിൾ ഞാൻ പറഞ്ഞില്ലേ, ഒരു 16-year-old ഗേളുടെ അവളെടുത്ത തീരുമാനം. ഒരാളെ പ്രേമിച്ച കാര്യം ഞാൻ പറഞ്ഞില്ലേ, സ്നേഹിച്ച് ഒളിച്ചുകൂടാമെന്ന് പറഞ്ഞു അവള് പറഞ്ഞു പറ്റത്തില്ല എന്ന് പറഞ്ഞു. പക്ഷേ എന്താ അവന് വന്നില്ലെങ്കിൽ തൂങ്ങിച്ചാവും. സോ അവളുടെ തീരുമാനം അവിടാണ്. അവളുടെ തീരുമാനം അവള് എടുത്തു. ഫൈനലി എന്റെ ജീവൻ പോലും ആൾക്ക് ഇല്ല ഇപ്പം. സോ നമ്മുടെ തീരുമാനം എല്ലാം വരുന്ന ഹൃദയത്തിൽ നിന്നും വരുന്നുണ്ട് തീരുമാനങ്ങൾ, അല്ലേ? ഇപ്പം ഞാൻ പറയാം, നമ്മളെ ഹൃദയത്തിൽ നിന്ന് ഒരമ്മ ഇപ്പം എന്റെ മമ്മി എപ്പോഴും പറയുന്നത്, എന്റെ മദറിന് 6 brothers ഉണ്ടായിരുന്നു. സോ അവരെല്ലാം ഭയങ്കര ചട്ടമ്പികളായിരുന്നു ചെറുതില്. സോ അപ്പച്ചന് ഈ ബോയ്സിനെ പിടിക്കും അടിക്കാൻ. അന്നേരം എന്തിനാ അടിക്കുന്നത്? ഡിസിപ്ലിൻ ചെയ്യാൻ, അല്ലയോ? നല്ല വഴിയിൽ വരാൻ, തെറ്റുകൾ ഇനി ചെയ്യരുത്. പക്ഷെ അന്നേരം എന്നെ പറ്റും, അമ്മച്ചി കേറി ഇടപെടും. കേറി ഈ അടി ഇത് വെച്ച് ബെൽറ്റ് വെച്ച് കൊടുക്കുമ്പോ അമ്മച്ചി കേറി അങ്ങ് പിടിക്കും. അടി പകുതി അമ്മച്ചിക്കായിരിക്കും കിട്ടുന്നത്. സോ ഇതെന്താ കാണിക്കുന്നത്? ഇത് നമ്മുടെ എമോഷൻസ്, നമ്മുടെ പല രീതിയിൽ നമുക്ക് ഡിസിഷൻസ് എടുക്കാം. മനസ്സുകൊണ്ട്, നമ്മുടെ മൈൻഡ് കൊണ്ട് നമുക്ക് ഡിസിഷൻസ് എടുക്കാം. നമ്മുടെ ഹാർട്ട് കൊണ്ട് നമുക്ക് ഡിസിഷൻസ് എടുക്കാം. യൂഷ്വലി ഒരു മെയിൽ ആണെങ്കിൽ പുരുഷന്മാരെല്ലാം ലോജിക്കലാ കൂടുതൽ. അവര് ലോജിക്കൽ ഡിസിഷൻസ് അവർ കൂടുതൽ എടുക്കുന്നത്. വേറെ ഫീമെയിൽ വുമൺ ആണെങ്കിൽ കുറച്ചുകൂടെ എമോഷണൽ. അവരുടെ ഡിസിഷൻസ് എല്ലാം കൂടുതൽ എമോഷണലി എടുക്കുന്നത്. സോ അതുകൊണ്ട് ഈ അമ്മച്ചി എന്തോ ചെയ്യുന്നത്? ആ മക്കളെ പൊതിയാൻ. അപ്പന്റെ ഡിസിഷൻ എന്താ? പണിഷ് ചെയ്യണം, അടിക്കണം. അമ്മച്ചി അവിടെ കയറി ഇടപെടുന്നത് സേഫ്, അവരെ അങ്ങനെ അടിക്കരുത്. സോ 2 രീതിയിലെ ഡിസിഷൻസ് നമുക്ക് എടുക്കാം. മൈൻഡ് വെച്ച് എടുക്കാം, നമ്മുടെ ഹാർട്ടിൽ നിന്ന് എടുക്കാം. സോ അതുകൊണ്ട് ഹാർട്ടിൽ കൂടെ നമുക്ക് ചിന്തകളും വരാം, ഡിസിഷൻസും നമുക്ക് എടുക്കാം. ഓക്കെ. പിന്നെ നമ്മൾ പറഞ്ഞു ഹാർട്ടിൽ നിന്ന് വേറെ ചില കാര്യങ്ങൾ വരും. എന്തൊക്കെയാ? ഹൃദയത്തിൽ നിന്ന് വരുന്ന വേറെ കാര്യങ്ങൾ. നമ്മുടെ ആഗ്രഹം എവിടുന്നാ വരുന്നേ? ഫ്രം our heart, right? Also നമ്മുടെ ഈ ആഗ്രഹങ്ങൾ പാഷൻസ്, ചില ലസ്റ്റ്ഫുൾ ഡിസയേഴ്സ് എല്ലാം വരുന്നത് നമ്മുടെ ഹാർട്ടിൽ നിന്ന് വരും. ഓക്കെ. സോ ഇതെല്ലാം ഹാർട്ട് റിലേറ്റഡ്. സോ പിന്നെ നമുക്ക് വേറൊരു കാര്യം കൂടെ ഉണ്ട്. നമ്മുടെ ഹാർട്ടാണ് നമ്മുടെ സ്പിരിച്വൽ റിലേഷൻഷിപ്പിന് സ്പിരിച്വൽ റിലേഷൻഷിപ്പ് ബിഗിനിങ് ചെയ്യുന്നത് ഫ്രം ആ ഹാർട്ട്, റൈറ്റ്? അല്ലേ? സോ റിലേഷൻഷിപ്പ് വിത്ത് ഗോഡ്, ദൈവമായിട്ടുള്ള റിലേഷൻഷിപ്പ് കാണിക്കുന്ന എന്തോ അത് നമ്മുടെ സ്പിരിച്വൽ റിലേഷൻഷിപ്പ് കാണിക്കും. ഞാൻ അതൊന്ന് ഷെയർ ചെയ്യാം. അന്നേരം നമുക്ക് ഐ ഡോണ്ട് തിങ്ക് ഈ ആസ്പെക്ട് കഴിഞ്ഞ പ്രാവശ്യം എടുത്തോന്ന് ഡൗട്ട് ഉണ്ട്. സോ ഞാൻ അത് ഷെയർ ചെയ്യാം. അവിടുന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇത്രയും മനസ്സിലായോ? സിസ്റ്റർ ലവ്ലി അതൊന്ന് എനേബിൾ ചെയ്യണേ. ഞാൻ കോഹോസ്റ്റ് ആക്കിയിട്ടുണ്ട് ആന്റി. ഓക്കെ. ഓക്കെ, കാണാമല്ലോ അല്ലേ? ഓക്കെ. ഒരു സെക്കൻഡ്.
ഓക്കെ, കാണാമോ? കാണാമോ? ഓക്കെ ഓക്കെ. നമ്മുടെ ഓക്കെ, സോ നമ്മളുടെ ഹാർട്ടിൽ നിന്ന് വേറെ ഒരു കാര്യം കൂടെ നടക്കുന്നുണ്ട്. എല്ലാ സ്പിരിച്വൽ ആസ്പെക്ട്സും നമുക്ക് ഹാർട്ടിൽ നിന്ന് നോക്കാം. റിലേഷൻഷിപ്സ്. ഓക്കെ, നമുക്കറിയാമല്ലോ, നമ്മൾ വെൻ വി ആർ ഇൻ എ റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ ഹൃദയങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യുമ്പോൾ അല്ലേ? സോ നമ്മുടെ പിള്ളേരോട് ചോദിച്ചാൽ എന്തോ ലവിന്റെ സൈൻ എന്താ ചോദിച്ചാൽ ഹാർട്ട് കാണിക്കും. സോ ഹാർട്ടിൽ നിന്നാണ് റിലേഷൻഷിപ്പ്, നമ്മുടെ ദൈവമായിട്ടുള്ള റിലേഷൻഷിപ്പ് റിഫ്ലക്ട് ചെയ്യുന്നത് നമ്മുടെ ഹാർട്ട്. ഇപ്പൊ നമ്മൾ വായിച്ചാൽ ഈ വാക്യങ്ങളെല്ലാം ഇപ്പം ഡ്യൂട്ടനോമി 6:5-12, ഇപ്പൊ നമ്മൾ വായിച്ച മാർക്ക് 29:31 സെയിം. എല്ലാം കാണിക്കുന്ന ലവിങ് ഗോഡ് വിത്ത് അവർ ഹാർട്ട്. പിന്നെ വേറെ എസെക്കിയേലിൽ പറയുന്ന 36:26 പറയുന്ന ഐ വിൽ ഗിവ് യു എ ന്യൂ ഹാർട്ട് ആൻഡ് എ ന്യൂ സ്പിരിറ്റ്. I will remove from you your heart of stone and give you a heart of flesh. നമുക്കൊരു ന്യൂ ഹാർട്ട് തരുക. ബിക്കോസ് എന്തിനാ റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത്? അവിടുന്ന് ദൈവമായിട്ടുള്ള റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ ദൈവം എപ്പോഴും നമ്മുടെ ഹൃദയം കാണുന്നത് അല്ലയോ? നമ്മുടെ ആക്ഷൻസ് മാത്രമല്ല, ആ ആക്ഷൻസിന്റെ പുറയിലുള്ള ഹൃദയം മോർ ഇമ്പോർട്ടൻറ്റ്. നമുക്കത് എല്ലാ പാരബിൾസിലും കാണാമല്ലോ. നമ്മള് പൈസ ഓഫറിങ്സ് കൊടുക്കുമ്പോൾ ദൈവം നോക്കുന്നത് എത്ര എമൗണ്ട് അല്ല ദൈവം നോക്കുന്നത്, ഫ്രം ദ ഹാർട്ട്. ഏത് ഹാർട്ടിൽ നിന്ന് അത് കൊടുത്തത്. സോ ഹാർട്ട് ദൈവത്തിന് ഭയങ്കര ഇമ്പോർട്ടൻ്റ്. സോ അതുപോലെ മാത്യു 5:8 പറയുന്നത് എന്തോ, ബ്ലെസ്ഡ് ആർ ദ പ്യൂർ ഇൻ ഹാർട്ട്. നമ്മുടെ ഹൃദയം പ്യൂർ ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ ദേ വിൽ സീ ഗോഡ്. സോ സ്പിരിച്വൽ ആസ്പെക്ട്സും എല്ലാം നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ഇത് വരുന്നുണ്ട്. ഓക്കെ, ഇത് മനസ്സിലായോ? കേൾക്കാമോ എല്ലാവർക്കും? Yes, Sandy, yes. ഓക്കെ ഓക്കെ. നെക്സ്റ്റ് നമുക്ക് സോൾ. ഞാൻ അതിനു മുമ്പ് ചോദിക്കട്ടെ, വാട്ട് ഡു യു അണ്ടർസ്റ്റാൻഡ് ബൈ സോൾ? സോൾ എന്ന് പറഞ്ഞാൽ എന്താ? What is soul? Something that indicates life. Personality. Yes, soul is life indicate ചെയ്യുന്നുണ്ട്, പേഴ്സണാലിറ്റി ഇൻഡിക്കേറ്റ് ചെയ്യുന്നു. പിന്നെ സോൾ എന്താ? വേറെ എന്തെങ്കിലും ഉണ്ടോ? ഓക്കെ, എന്തോ ആന്റി? മനസ്സെന്ന് പറയുന്നത് മനസ്സോ? ഓക്കെ, ഇത് മലയാളത്തിൽ ഈ വാക്യം ഒന്നുകൂടെ ഒന്ന് വായിക്കാമോ? മാർക്ക് 12:12 ആ വേർഡ്സ് ഒന്നുകൂടെ ഒന്ന് വായിച്ചേ മലയാളത്തില്. നമ്മുടെ കീവേഡ്സ് 29 അല്ലേ? 29-31. കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണം എന്നതത്രേ, ഇവയിൽ വലുതായിട്ട് മറ്റൊരു കൽപ്പനയും ഇല്ല എന്ന് ഉത്തരം പറഞ്ഞു. അതിന് മുമ്പ് the first commandment. കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കണം. ഓക്കെ, ആകുന്നു. പൂർണ്ണ മനസ്സ്. മനസ്സ്. ഇവിടെ ഇംഗ്ലീഷിലൊന്ന് ഇംഗ്ലീഷ് ആരെങ്കിലും പെട്ടെന്നൊന്ന് വായിക്കാമോ? ലവ് ദ ലോർഡ് യുവർ ഗോഡ് with all of your heart, പിന്നെ all of your soul, with all your mind, and with all your strength. So soul ഇംഗ്ലീഷിൽ അത് സോളാ. മലയാളത്തിൽ എന്താ പറയുന്നത്? മനസ്സ് മൈൻഡ്. ആത്മാവെന്നുണ്ടോ അവിടെ? ഉണ്ട് അല്ലേ? സോ ഉണ്ട്, മനസ്സുണ്ട്. മനസ്സ് വേറെ ആസ്പെക്ട്, ആത്മാവ് ഇവിടെ എടുത്തു പറയുന്നത്. ഇതില് ഞാൻ അതുകൊണ്ട് ഗ്രീക്ക് ഒറിജിനൽ ടെക്സ്റ്റിൽ നോക്കിയപ്പം ഇതാണ് ഒറിജിനൽ സോള്. ഗ്രീക്കിൽ നോക്കിയാല് സൈക്കി എന്ന് പറയും. നമ്മള് ബിബ്ലിക്കൽ ടെക്സ്റ്റില് ഡിഫറൻസ് ഉണ്ട്. ഇത് രണ്ടിലും വ്യത്യാസമുണ്ട്. സോൾ എന്ന് പറയുന്ന സൈക്കിയും സ്പിരിറ്റ് എന്ന് പറയുന്നത് ന്യൂമ. ഓക്കെ, സോ ഇവിടെ യൂസ് ചെയ്യിക്കുന്നത് സൈക്കി, ദാറ്റ് ഇസ് സോള് യൂസ് ചെയ്തിരിക്കുന്നത്. ഇത് സോള് ആക്ച്വലി, സ്പിരിറ്റ് വേറെയാ, അത് ന്യൂമയാ, അതല്ല. സോ ഇംഗ്ലീഷിൽ അത് ക്ലിയർ ഒരു ഡിഫറൻസിയേഷൻ പറയുന്നുണ്ട്, സോള് സ്പിരിറ്റ് എന്ന് നമുക്ക് ക്ലിയർ ആയിട്ട്. പക്ഷെ
മലയാളത്തിൽ നമ്മൾ വായിക്കുമ്പോൾ സോൾ, ആത്മാവെന്ന് തന്നെ പറയും. ആത്മാവല്ലേ സ്പിരിറ്റിൽ നിന്നും പറയുന്ന മലയാളത്തില്, അതെ. അല്ലേ? അല്ലെ? സോ പക്ഷെ ആക്ച്വലി ഇത് രണ്ടും ഡിഫറെന്റ്. സോൾ ആൻഡ് സ്പിരിറ്റ് ആർ ഡിഫറെന്റ്. രണ്ടുപേരും രണ്ട് ടേംസ് ആ ഒറിജിനലി. ഒന്ന് സൈക്കി, മറ്റത് ന്യൂമ. ഓക്കെ, സോ ഇവിടെ സോൾ ഇത് മീൻ ചെയ്യുന്നത് ഈ വേഴ്സില് സോൾ എന്ന ഈ സോൾ എന്ന് പറയുന്നത് ആണ് നമ്മുടെ, ഇപ്പം നേരത്തെ ആന്റി പറഞ്ഞ പോലെ നമ്മുടെ പേഴ്സണാലിറ്റി വരും അതിൻ്റെ അകത്ത്. ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ പേഴ്സണാലിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? വാട്ട് ഇസ് പേഴ്സണാലിറ്റി? എന്താ മനസ്സിലാവുന്നത്? ഒരു വ്യക്തിയുടെ ആകത്തുക. ആകത്തുക. എന്തൊക്കെ വരും അതിൻ്റെ അകത്ത് ആകത്തുക എന്ന് പറഞ്ഞാൽ? എന്തൊക്കെയാ വരുന്നേ? Reacting to circumstances, the way you react to circumstances. ഓക്കെ, ദാറ്റ് ഈസ് ഓക്കെ. റിയാക്ഷൻ വരുന്നത് എപ്പോഴാ? അതാണ് ഫസ്റ്റ് വരുന്നത്. വാട്ട് കംസ് ഫസ്റ്റ്? ഫിസിക്കൽ അപ്പിയറൻസ്. ഫിസിക്കൽ അപ്പിയറൻസ് ഉണ്ട്. പേഴ്സണാലിറ്റി എന്ന് പറഞ്ഞാൽ യൂഷ്വലി നമുക്കറിയാലോ, പ്രായമുള്ളവർ നല്ല പേഴ്സണാലിറ്റി, ആ പയ്യന് നല്ല പേഴ്സണാലിറ്റിയാ. എന്തോ ഉദ്ദേശിക്കുന്നത്? ബിഹേവിയർ. ബിഹേവിയർ വരും, ആ കാണാനുള്ളതും വരും. പിന്നെ എന്തൊക്കെ വരും അതർ ദാൻ ബിഹേവിയർ? എക്സ്പ്രഷൻസ്. Overall character. ഓവറോൾ, ദാറ്റ് ഇസ് ഓവറോൾ വരണമെങ്കിൽ, ക്യാരക്ടറായിട്ട് കാണിക്കണമെങ്കിൽ ഫസ്റ്റ് ആ ആള് ചിന്തിക്കുന്നത്, ആ ക്യാരക്ടർ എങ്ങനെ ബിൽഡ് ആവുന്നത്? നമ്മൾ തിങ്കിങ് തുടങ്ങണ്ടേ? തിങ്ക് ചെയ്യുന്നത് ഒരു തിങ്കിങ്, ആളുടെ ഫീലിങ്സ്, ആളുടെ ബിഹേവിയർ, ഇതിനെല്ലാം ഒരു പാറ്റേൺ കാണും. ഒരു സെയിം പാറ്റേൺ ആയിരിക്കും അവർക്ക് ഉള്ളത്. ഇപ്പം ആ വ്യക്തിക്ക് മാത്രമുള്ള ഒരു പാറ്റേണും ആയിരിക്കും അത്. യുണീക്ക്, ആ വ്യക്തി ഒരു യുണീക്ക് പേഴ്സണാ, ഡിഫറെന്റ് പേഴ്സൺ. ആ ആളെ പോലെ വേറെ ആരും വരത്തില്ല. ഈവൻ ട്വിൻസ് പോലും ഐഡന്റിക്കൽ ആണെങ്കിലും കാണാൻ സെയിം ആണെങ്കിലും ബോത്ത് രണ്ട് പേഴ്സണാലിറ്റീസ് അവർക്കുണ്ടാവും. കാരണം എന്നാ? അവര് ചിന്തിക്കുന്നതും അവര് ഫീൽ ചെയ്യുന്നതും അവര് ബിഹേവ് ചെയ്യുന്നതും എൻറ്റയർലി ഡിഫറെന്റ് ആയിരിക്കും. സോ ഒരു വ്യക്തിക്ക് ഒരു പേഴ്സണാലിറ്റി എന്ന് പറഞ്ഞാൽ ഞാൻ ചിന്തിക്കുന്നത്, ഞാൻ ഫീൽ ചെയ്യുന്നത്, ഞാൻ ബിഹേവ് ചെയ്യുന്ന പോലെ ആയിരിക്കത്തില്ല ജിൻസി സിസ്റ്റർ ചെയ്യുന്നത്. മനസ്സിലായി? ഓർ വേറെ ആര് ഭൂമിയില് ചെയ്യുന്നത്. സോ ഐ ഹാവ് എ സ്പെഷ്യൽ യുണീക്ക് പേഴ്സണാലിറ്റി. മനസ്സിലായി? സോ അതാണ് ഒരു പേഴ്സണാലിറ്റി. സോ ആ പേഴ്സണാലിറ്റി എന്ന് പറയുമ്പോൾ ചിന്തിക്കുന്നത്, ഞാൻ പറഞ്ഞില്ലേ, തിങ്ക് ചെയ്യുന്ന എന്ന് പറയുമ്പോൾ നമ്മുടെ ഇന്റലക്ട് യൂസ് ചെയ്യുക, നമ്മുടെ ബുദ്ധി യൂസ് ചെയ്യുന്നത്, നമ്മുടെ ബുദ്ധി, പിന്നെ നമ്മുടെ എമോഷൻസ്, പിന്നെ ഡിസിഷൻസ് എടുക്കണമെങ്കിൽ നമ്മുടെ വിൽ യൂസ് ചെയ്യണം. വിൽ പവർ. വിൽ പവർ എന്ന് പറയുന്നത് എന്താ മലയാളത്തില്? ഇച്ഛാശക്തി. അത് മൃഗങ്ങൾക്കുണ്ടോ ആ ഇച്ഛാശക്തി? ഇല്ല. നമുക്ക് മാത്രമുള്ള ഒരു സ്പെഷ്യൽ എബിലിറ്റി, അത് ദൈവം നമുക്ക് തന്നതാണ്. സോ നമ്മുടെ സോൾ എന്ന് പറയുന്നത് നമ്മുടെ പേഴ്സണാലിറ്റി, നമ്മുടെ തിങ്കിങ്, നമ്മുടെ ബുദ്ധി, നമ്മുടെ ഇമോഷൻസ്, നമ്മുടെ തീരുമാനം എടുക്കുന്ന ആ ശക്തി, വിൽ പവർ, ഇതെല്ലാം കൂടെ ചേരുന്ന ഇതിൻ്റെ അകത്ത് നമ്മുടെ ആഗ്രഹങ്ങൾ വരും. നമുക്ക് ചില കാര്യങ്ങളോടുള്ള ക്രേവിങ്സ് വരും. ഇതെല്ലാം നമ്മുടെ ഡിസയേഴ്സ്, എമോഷൻസ് എല്ലാം കൂടെ ആകത്തുകയാണ് ഇതാണ് ഒരു സോൾ. നേരത്തെ ആരോ പറഞ്ഞു ലൈഫ് തരുന്ന അതില് സോൾ, ലൈഫ്. ഞാൻ ചോദിക്കട്ടെ, നമുക്കൊരു ബോഡി ഉണ്ട്, ഒരു ശരീരമുണ്ട്. ആ ശരീരം ജീവനുണ്ടെന്ന് എങ്ങനെ മനസ്സിലാവുന്നത്? പ്രവൃത്തികളാൽ. മൂവ് ചെയ്യണം. ശ്വാസം മാത്രം പോരാ, മൂവ് ചെയ്യണം. മൂവ് ചെയ്യണമെങ്കിൽ എങ്ങനെ മൂവ് ചെയ്യുന്നത്? എന്താ നടക്കുന്നത്? മൂവ്മെന്റ് തുടങ്ങുന്നത് എവിടുന്ന? From the mind. From the brain. ബ്രെയിൻ ശ്വാസം എടുക്കുന്നുണ്ട്. അതിനൊപ്പം ഇപ്പൊ ഫോർ എക്സാമ്പിൾ രാവിലെ ഉറങ്ങിയിട്ട് നമ്മൾ രാവിലെ കണ്ണ് തുറന്നു, പിന്നെ എന്താ നടക്കുന്നത്? വാട്ട് ഹാപ്പൻസ് നെക്സ്റ്റ്? ഡേ ടു ഡേ റൂട്ടീൻ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മള് എണ്ണിക്കണം, അല്ലേ? വി നീഡ് ടു ഗെറ്റ് അപ്പ് ചെയ്യണമെങ്കിൽ നമ്മൾ ആദ്യം എന്തോ ചെയ്യുന്നത്? എവിടുന്ന അത് തുടങ്ങുന്നത്? എണ്ണിക്കണം എന്ന് പറയുന്നത് നമ്മുടെ ഹൃദയത്തിൽ നിന്ന്.
ഹൃദയം മാത്രമാണ്. എവിടുന്നാ എനിക്ക് എണ്ണിക്കണമെന്ന് പറയുന്നത്? From my intellect, from my brain, in my thoughts start ചെയ്യുന്നത് അല്ലേ? I need to get up. So എൻ്റെ ഇന്റലക്ട് അതിൽ ഇൻവോൾവ്. പിന്നെ അത് ഞാൻ ഒരു ഡിസിഷൻ എടുക്കുക. ഓക്കെ, I want to get up. ഓക്കെ, ചിലപ്പം എനിക്ക് ക്ഷീണമുണ്ട്, ഐ എം ടയേർഡ്, ഐ എം നോട്ട് ഹാപ്പി ടുഡേ, എൻ്റെ എമോഷൻസും അതിൽ ഇൻവോൾവ് ആവും. ഓക്കെ, സോ ഇത് ഇങ്ങനെ ഓക്കെ ഞാൻ എണ്ണിക്കുക എന്ന് പറയുന്നത്. എണ്ണിച്ച് ഞാനിപ്പോ ചിന്തിച്ചു, ഞാൻ ഡിസിഷൻസ് എടുത്തു. അങ്ങനെ വരുമ്പോഴാ ആ ബോഡിക്ക് ഒരു ലൈഫ് ഉള്ളത്, ജീവന്. ഇപ്പം കോമയിൽ കിടക്കുന്ന ഒരാൾക്ക് ജീവൻ ഉണ്ടെന്ന് പറഞ്ഞാല് എത്രത്തോളം ശരിയാത്? മനസ്സിലായോ? കോമയിൽ കിടക്ക ജസ്റ്റ് ജീവനുണ്ടെന്ന് മാത്രമുള്ള ലൈഫ് ഫോഴ്സ് എന്ന് പറയുന്നത് ജസ്റ്റ് ബ്രീതിങ് മാത്രമല്ല. നമ്മൾക്ക് എബിലിറ്റി ചിന്തിക്കാനുള്ള ശക്തി വേണം, ഇന്റലക്ട്, നമ്മളുടെ മൈൻഡ് വർക്ക് ചെയ്യണം, പിന്നെ നമ്മുടെ എമോഷൻസ് ഉണ്ടാവണം, നമുക്ക് തീരുമാനം എടുക്കാൻ സഹായിക്കണം, നമുക്ക് ബോഡിയിലി ബാക്കി മൂവ്മെന്റ്സ് എല്ലാം നടക്കണം. പക്ഷെ ഈ ഒരു ബോഡി റിയൽ ആയിട്ട് ജീവിക്കണമെങ്കിൽ, ലൈഫ് വേണമെങ്കിൽ സോൾ വേണം. സോളിന്റെ വേറെ ഒരു വേർഡാ ലൈഫ് എന്ന് പറയുന്നത്. സോ സോൾ ഇസ് എ ലൈഫ് ഫോഴ്സ് ഓഫ് ദ ബോഡി. ഓക്കെ, ഇനി ഈ സോളിന്റെ അകത്ത് നമ്മുടെ നമ്മുടെ ഇഷ്ടങ്ങൾ വരുന്നു. മീൻസ് വിൽ, നമ്മുടെ ഇഷ്ടം, വിൽ. ഈ വില്ലിനെ ദൈവത്തിന്റെ ഹിതം, വില്ല് ഇൻഫ്ലുവൻസ് ചെയ്യാൻ സാധിക്കും. ഈ പാർട്ടില് ദൈവത്തിന്റെ ഹിതം നമ്മുടെ ഹിതത്തില് ഇൻഫ്ലുവൻസ് ചെയ്യാൻ സാധിക്കുന്ന ഒരു പാർട്ട്, ഒരു ഹ്യൂമൻ, ഒരു പേഴ്സണെ. സോ ഇതാണ് സോള്. എന്ന് മനസ്സിലായോ? നമ്മുടെ പേഴ്സണാലിറ്റി. പേഴ്സണാലിറ്റി എന്ന് പറയുമ്പോൾ നമ്മുടെ ഇന്റലക്ട് അതിൽ വരും, നമ്മുടെ ബുദ്ധി, നമ്മുടെ എമോഷൻസ് വരും, നമ്മുടെ വിൽ പവർ അതിൽ വരും. നമ്മൾ ഒരു സ്പെഷ്യൽ പേഴ്സണാ, നമ്മുടെ ലൈഫ് ഫോഴ്സാണ്. നമ്മൾ ജീവിക്കുന്നത്, നമ്മൾ ആരാണ് ടോട്ടലിൽ കാണുന്നത് ഒരു നമ്മുടെ സോളാണ്. ഓക്കെ, സോ ഈ സോളിനെ ദൈവത്തിന്റെ ഹിതത്തിനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റും, നമ്മുടെ തീരുമാനത്തിനെ ചേഞ്ച് ചെയ്യാൻ പറ്റും. ദൈവത്തിന്റെ ഹിതം ചേഞ്ചസ്. ഇത്രയും മനസ്സിലായോ? ഇത്രയും പിടികിട്ടിയോ? ഡൗട്ട് ഉണ്ടോ? ഡിഫിക്കൽട്ട് ആണോ? ഇല്ല. സ്പിരിറ്റ് എന്ന് പറയുന്നത് എന്തുവാ? സ്പിരിറ്റിലോട്ട് വരിക. ന്യൂമ എന്നാണ് സ്പിരിറ്റ് എന്ന് പറയുന്നത്. ന്യൂമ, ദാറ്റ് ഈസ് എ ഗ്രീക്ക് വേർഡ്. ഇതെന്ന് പറയുന്നത് നമ്മുടെ ദൈവം നമുക്ക് ജീവശ്വാസം ഊതിയെന്ന് പറയത്തില്ലേ ആദാമിന്? ആ പാർട്ട്, ദാറ്റ് ഈസ് എ ഇമ്മെറ്റീരിയൽ പാർട്ട്. അത് ദൈവം കൊടുക്കുന്ന ഒരു സ്പെഷ്യൽ, ആ ബ്രത്തിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ആ സ്പിരിറ്റ്. ആ സ്പിരിറ്റ് ആണ് നമ്മൾ ദൈവമായിട്ടുള്ള ടോട്ടൽ കമ്മ്യൂണിക്കേഷൻ. അവിടെ നമ്മുടെ ബന്ധം ദൈവമായിട്ട് അവിടെ സ്റ്റാർട്ട് ചെയ്യുന്നു. ഈ സ്പിരിറ്റ് പാപം ചെയ്തു കഴിഞ്ഞപ്പോൾ മരിച്ചത്. കർത്താവിനെ അറിയുമ്പോൾ എന്തോ പറ്റും? നമ്മുടെ ഈ സ്പിരിറ്റ് ജീവൻ ഉണ്ടാവുന്നു. അവിടാണ് പരിശുദ്ധാത്മാവ് വസിക്കുന്നത്. ഓക്കെ, പിന്നെ ആ സ്പിരിറ്റ്, ഈ സ്പിരിറ്റ് കൊണ്ടാണ് നമ്മൾ ആരാധിക്കുന്നത്, ദൈവത്തിനെ കുറിച്ച് കൂടുതൽ അറിയുന്നത്. ഇതെല്ലാം ഈ സ്പിരിറ്റ് എന്ന് പറയുന്ന പാർട്ട് കൊണ്ടാണ്. 1 തെസ്സലോനിയൻസ് 5:23 എടുക്കാമോ മലയാളത്തില്? അതും ഒരാള് ഹീബ്രൂസ് 4:12 ഒന്ന് എടുക്കാമോ? ഹെബ്രായർ 4:12. 1 തെസ്സലോനിയൻസ് 5:23, ഹെബ്രായർ 4:12. ആദ്യം കിട്ടുന്നവർ വായിക്കേ. 5:23. സമാധാനത്തിന്റെ ദൈവം തന്നെ നിങ്ങളെ മുഴുവനും ശുദ്ധീകരിക്കുമാറാകട്ടെ. നിങ്ങളുടെ ആത്മാവും പ്രാണനും ദേഹവും അശേഷം നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ അനന്യമായി വെളിപ്പെടും വണ്ണം കാക്കപ്പെടുമാറാകട്ടെ. ഓക്കെ, ഇവിടെ എന്താ പറഞ്ഞ? പ്രാണനും ആത്മാവും ദേഹവും. പ്രാണനും ദേഹവും. ഇവിടെ യൂസ് ചെയ്തിരിക്കുന്ന ന്യൂമ സ്പിരിറ്റ് ആ പ്രാണൻ. പിന്നെ ഹെബ്രായർ 4:12 അതും കൂടെ ഒന്ന് വായിക്കാം. ദൈവത്തിന്റെ വചനം ജീവനും ചൈതന്യമുള്ളതായി ഇരുവായ്ത്തലയുള്ള ഏതു ആളിനേക്കാളും മൂർച്ചയേറിയതും പ്രാണനെയും ആത്മാവിനെയും സന്ധി മജ്ജകളെയും വേർപിടിക്കുന്നതും വരെ തുളച്ചു ചെല്ലുന്നതും ഹൃദയത്തിലെ ചിന്തനങ്ങളെയും
ഭാവങ്ങളെയും വിവേചിക്കുന്നതും ആകുന്നു. ഓക്കെ, സോ ഇവിടെ ഏത് ആത്മാവ് കണ്ടോ, ഡിഫറൻസ് കണ്ടോ, ആത്മാവും പ്രാണനും മനസ്സിലായി, സോളും സ്പിരിറ്റും തമ്മിലുള്ള വ്യത്യാസം. സോ സോൾ എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ പേഴ്സണാലിറ്റി, നമ്മുടെ ലൈഫ് ഫോഴ്സ്, നമ്മുടെ ഇന്റലക്ട്, അതെല്ലാം വരും. സ്പിരിറ്റ് എന്ന് പറയുന്ന ഇതാണ് നമ്മുടെ ദൈവം തരുന്ന ആ ബ്രെത്ത് ഓഫ് ഗോഡ്. അത് ദൈവമായിട്ടുള്ള കണക്ട് ചെയ്യുന്ന ആ പ്ലേസ്, അവിടാണ് രക്ഷിക്കപ്പെടുമ്പോ ഹോളി സ്പിരിറ്റ് വസിക്കുന്ന സ്ഥലം. ഓക്കെ, സോ അത് രണ്ടും ഡിഫറൻസ്, വ്യത്യാസമുണ്ട്. മനസ്സിലായോ? മനസ്സിലായി. ഡൗട്ട് ഉണ്ടോ? ഞാൻ അടുത്തതിൽ പോട്ടെ. ഓക്കെ, ഓക്കെ, സോ ക്ലിയർ ചെയ്ത് പോകും. ഉണ്ടോ എന്തെങ്കിലും ഡൗട്ട്? ഓക്കെ, സോ നമ്മുടെ വാക്യം ഒന്നോടൊന്ന് പറയാ. എന്തോ വാക്യം, ആരെങ്കിലും ഒരാൾ ആ വാക്യം ഒന്നോടൊന്ന് പറയാമോ? ബൈ ഹാർട്ട് പറഞ്ഞോളൂ. നമ്മളിപ്പം ബൈ ഹാർട്ടായി കാണുമല്ലോ. ലവ് ദ ലോർഡ് യുവർ ഗോഡ്. മലയാളത്തില് നിന്റെ ദൈവം, സമാധാനത്തിന്റെ ദൈവം നിങ്ങളുടെ ഹൃദയങ്ങളെ നിങ്ങളെ മുഴുവനും ശുദ്ധീകരിക്കുമാറാകട്ടെ. അല്ല, ആ ഫസ്റ്റ് കമാൻഡ്മെന്റ് നമ്മളുടെ കീ വേഴ്സ് ഒന്ന് വായിക്കാം. കീ വേഴ്സ് പറഞ്ഞാൽ മതി ബൈ ഹാർട്ട്. നിങ്ങളുടെ ആത്മാവും പ്രാണനും ദേഹവും അശേഷം നമ്മുടെ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കണം. ഓക്കെ, പൂർണ്ണ ഹൃദയം, പിന്നെന്താ പറഞ്ഞേ? പൂർണ്ണ ആത്മാവ്, ആത്മാവ്, പൂർണ്ണ മനസ്സ്. ഇനി നമുക്ക് മനസ്സ് എന്താണെന്ന് നോക്കാം. ഓക്കെ, മൈൻഡ്. അത് ഗ്രീക്കിലെ ന്യൂസും ഹീബ്രുവിൽ ലേവ് എന്ന ഈ വേർഡ്സ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി ഓക്കെ, എന്താണ് മനസ്സെന്ന് പറഞ്ഞാൽ എന്താ? നിങ്ങളുടെ ഐഡിയ പറഞ്ഞാട്ടെ. വാട്ട് യു അണ്ടർസ്റ്റാൻഡ്, നിങ്ങളുടെ അണ്ടർസ്റ്റാൻഡിങ് പറ. മനസ്സെന്ന് പറഞ്ഞാൽ എന്താ? മെമ്മറീസ്, പിന്നെ ചിന്തിക്കുന്ന തോട്ട്സ് വരും, ഹൃദയത്തിൽ നിന്നും വരും, മനസ്സിൽ നിന്നും വരും, അല്ലേ? നേരത്തെ പറഞ്ഞില്ലേ, ഹൃദയത്തിൽ നിന്ന് എമോഷണലി നമുക്ക് ഡിസിഷൻ എടുക്കാം, ലോജിക്കലി നമുക്ക് ചെയ്യാം. സോ നമ്മുടെ മൈൻഡ് എന്ന് പറയുമ്പോൾ നമ്മുടെ കോഗ്നിറ്റീവ് എബിലിറ്റി, കഴിവ്, നമ്മൾക്ക് ബുദ്ധി ദൈവം തന്നിട്ടുണ്ട്, അതിന്റെ എബിലിറ്റിയാ. അവിടെ നേരത്തെ പറഞ്ഞ പോലെ തിങ്ക് ചെയ്യാം, നമുക്ക് ചിന്തിക്കാൻ പറ്റും, മൈൻഡിൽ കൂടെ നമുക്ക് ചിന്തിക്കാൻ പറ്റും. പിന്നെ ഓക്കെ, ഇത് സെക്കൻഡ് ഞാൻ കാണിക്കാം. ഇവിടോട്ട് വരാം. ഇതാണ് നമ്മുടെ മൈൻഡിന് ചെയ്യാൻ സാധിക്കുന്ന എബിലിറ്റീസ് ഇതെല്ലാം. ഓക്കെ, ഫസ്റ്റ് അതിന് ചെയ്യാൻ പറ്റുന്ന കാര്യം പെർസെപ്ഷൻ. പെർസെപ്ഷൻ എന്ന് പറയുന്നത് നമ്മള് ഇൻഫർമേഷൻ എല്ലാം പെർസീവ് ചെയ്യല്ലോ. പെർസീവ് എന്ന് പറയുന്നത് നമ്മള് ഗ്രഹണം ആ വാക്കുണ്ടല്ലോ അല്ലെ, ഗ്രഹണം. ഗ്രഹിക്കുക ഇൻഫർമേഷൻസ് നമ്മൾ ഗ്രഹിക്കുക. ഓക്കെ, എന്ത് ഇൻഫർമേഷൻ നമുക്ക് ഗ്രഹിക്കുന്ന ഏതെല്ലാം രീതിയിലാണ് ഗ്രഹിക്കാൻ പറ്റുന്നത് ഒന്ന് പറയാം. ഇൻഫർമേഷൻ നമുക്ക് റിസീവ് ചെയ്യാൻ പറ്റും നമ്മുടെ മനസ്സിലോട്ട് ഏതെല്ലാം വഴി? വായനയിലൂടെ, എന്തോ വായനയിലൂടെ, ഓക്കെ, പിന്നെ കാഴ്ചയിലൂടെ, ഓക്കെ, സംസാരത്തിലൂടെ, ഓക്കെ, മറ്റുള്ളവരുടെ ജീവിതത്തിലൂടെ, ഓക്കെ. ഈ ജീവിതത്തിൽ എന്തോ കേൾവിയിലൂടെ ആണോ? ഓക്കെ, അത് കാണിക്കുന്നത് നമുക്കെല്ലാം ഒരു 5 സെൻസ് ഓർഗൻസ് ഉണ്ട്. എന്തോ അതിന് പറയുന്നത് മലയാളത്തിൽ എന്തോ 5 യെസ് ഉണ്ട്. ഏതൊക്കെയാ നമ്മുടെ 5 സെൻസ് ഓർഗൻസ്? നോസ്, ഇയേഴ്സ്, ടങ്, സ്കിൻ, റൈറ്റ്. സോ നമുക്ക് ഇൻഫർമേഷൻസ് കിട്ടുന്ന കണ്ണ്, നമ്മൾ കാണുമ്പോൾ ഇൻഫർമേഷൻ കിട്ടുന്നു. ചെവി, ആരെങ്കിലും സംസാരിക്കുമ്പോൾ നമുക്ക് ഇൻഫർമേഷൻ, അല്ലെ? മൂക്ക്, സ്മെല്ല് അടിക്കുമ്പോ
100 മീറ്റർ അപ്പുറം മമ്മി മീൻ വറുത്തോ ഇല്ലേന്ന് ഇൻഫർമേഷൻ കിട്ടത്തില്ലേ വീടെത്തുന്നതിന് മുമ്പേ? സോ മൂക്ക്, ടങ്, നമുക്കറിയാലോ ടങ് ടേസ്റ്റ് ടെസ്റ്റുകൾ ചെയ്യുന്നത്. ഓരോ കാര്യങ്ങൾ ടേസ്റ്റ് ചെയ്യുമ്പോൾ ഉടനെ നമുക്ക് ഇത് ആ സാധന നോക്കാതെ കണ്ണ് കെട്ടിയാൽ പോലും നമുക്ക് പറയാം എന്തോ ആ സാധനം അല്ലേ. ആൻഡ് ടച്ച് വെച്ച് നമുക്ക് ഇൻഫർമേഷൻ കിട്ടും, ഫീൽ ചെയ്യാം അല്ലെ. ഓ ഇത് കട്ടിയുള്ള സബ്സ്റ്റൻസാ, ഇത് സോഫ്റ്റാ, ഇൻഫർമേഷൻ കിട്ടുക. സോ നമ്മുടെ മൈൻഡിൽ കിട്ടുന്ന ഇൻഫർമേഷൻസ് അതെല്ലാം പെർസെപ്ഷൻ. സോ നമ്മുടെ മൈൻഡ് ഇൻഫർമേഷൻ കിട്ടുന്ന ഒരു എബിലിറ്റി അതിനുണ്ട് നമ്മുടെ മനസ്സിന്. 2, അറ്റൻഷൻ, ഫോക്കസ് ചെയ്യാൻ, ശ്രദ്ധ കൊടുക്കാനുള്ള കപ്പാസിറ്റി നമ്മുടെ മനസ്സിനുണ്ട്, മൈൻഡിനുണ്ട്. ശ്രദ്ധിക്കാൻ. ഇപ്പൊ ഇവിടെ ശ്രദ്ധിച്ചിരിക്കുമല്ലോ, അറ്റൻഷൻ കൊടുക്കുന്ന. പിന്നെ മെമ്മറി, നേരത്തെ പറഞ്ഞല്ലോ മെമ്മറി എന്ന് പറയുമ്പോൾ നമുക്ക് സ്റ്റോർ ചെയ്യാൻ, ഓർമ്മകൾ സ്റ്റോർ ചെയ്യാനുള്ള കപ്പാസിറ്റി. അത് മാത്രമല്ല, ആ സ്റ്റോർ ചെയ്യുന്നത് ജീവിതകാല അന്ത്യം വരെ വേണമെങ്കിൽ നമുക്കത് ഓർത്ത് റീറ്റെയിൻ ചെയ്യാൻ പറ്റും. പിന്നെ ചിലത് നമുക്ക് റിട്രീവ് ഓർത്തെടുക്കാൻ സാധിക്കും. ഇതെല്ലാം മൈൻഡിന്റെ ഒരു എബിലിറ്റിയാണ്. പിന്നെ പുതിയ കാര്യങ്ങൾ പഠിക്കുക, പുതിയ സ്കിൽസ് എന്തെങ്കിലും പഠിച്ചത് ആരെങ്കിലും ഒന്ന് പറയാമോ? ലേറ്റസ്റ്റ് ആയിട്ട് സ്കില്ല് പഠിച്ച് ന്യൂ നോളജ് അല്ലെങ്കിൽ പുതിയ അറിവ് കിട്ടിയത്. ജെൻസി സിസ്റ്ററിന് എന്തോ ഉണ്ട് പുതിയതായിട്ട് എന്തെങ്കിലും ന്യൂ നോളജ്, സ്കിൽസ്? Preparing a PowerPoint presentation without help. True. Yes, it's very, that's it. See, കോവിഡിന് മുമ്പേ നമുക്ക് എത്ര പേർക്ക് ഇതെല്ലാം യൂസ് ചെയ്യാൻ അറിയായിരുന്നു? We have all learned new things. പഠിച്ചുകൊണ്ടിരിക്കുക, ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുക. സോ ഇതെല്ലാം എബിലിറ്റി, നമ്മുടെ മൈൻഡിന് എബിലിറ്റി ദൈവം കൊടുത്തേക്കുക. പിന്നെ പ്രോബ്ലം സോൾവ് ചെയ്യുന്നത്, എന്തെല്ലാം ചാലഞ്ചസ് വന്നാലും അത് അതിജീവിക്കാനുള്ള സൊല്യൂഷൻസ് കണ്ടുപിടിക്കാനുള്ള കപ്പാസിറ്റി നമ്മുടെ മൈൻഡിനുണ്ട്, ഇല്ലയോ? ഡിസിഷൻസ് മേക്ക് ചെയ്യാൻ ഉള്ള ഓപ്ഷൻസ് പലതും കാണും. ഓരോന്ന് എടുത്ത് എവാലുവേറ്റ് ചെയ്ത് അത് ബെസ്റ്റ് എന്താണെന്ന് മനസ്സിലാക്കി ചെയ്യുന്നത് ചോയ്സസ്. പിന്നെ ക്രിട്ടിക്കലായിട്ട് തിങ്ക് ചെയ്യാൻ, ഓരോ ഇൻഫർമേഷൻ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നോക്കി ഈ ഓപ്ഷൻ ചെയ്താൽ ഇതൊക്കെയാ അതിന്റെ കുഴപ്പങ്ങൾ, ഇതെല്ലാം അഡ്വാൻറ്റേജാ ഡിസഡ്വാൻറ്റേജാ, ഇതെല്ലാം നമുക്ക് ക്രിട്ടിക്കലായിട്ട് തിങ്ക് ചെയ്യാനുള്ള കപ്പാസിറ്റി നമുക്കുണ്ട്. പിന്നെ ലാംഗ്വേജ് നമുക്കറിയാലോ, നമുക്ക് മനസ്സിലാവാനും ആ ലാംഗ്വേജ് യൂസ് ചെയ്യാനും. ഇപ്പം തന്നെ ഇന്ത്യക്കാരുടെ കഴിവ് എന്തോ ഒരു കഴിവ്. നമുക്ക് എത്ര ഒഫീഷ്യൽ ലാംഗ്വേജസ് ഉണ്ട് അറിയാമോ ഇന്ത്യയില്? 18. ഞാൻ വായിച്ചത് 22 ഒഫീഷ്യൽ ലാംഗ്വേജസ് ഉണ്ട്. പക്ഷേ സ്പീക്കിംഗ് മോർ ദാൻ 100, 120+ പറഞ്ഞത് മേജർ ലാംഗ്വേജസ് ഉള്ളത്. സോ ഈ നമ്മളെല്ലാവരും ഇത്രയും ഡിഫറെന്റ് ലാംഗ്വേജസ് ഉള്ളവരെ ഒരുമിച്ച് ഒരു കൺട്രിയിൽ ജീവിക്കുന്നത്. നമ്മുടെ കഴിവ് എന്തോ ഒരു കഴിവ്. ഈ നാട്ടിൽ നിന്ന് നമ്മൾ നോർത്ത് ഇന്ത്യയിൽ പോകുമ്പോൾ നമ്മൾ ഹിന്ദി സംസാരിക്കാൻ തുടങ്ങും, അല്ലേ? നമ്മുടെ ബംഗാളിലും ബീഹാറിൽ നിന്നും വന്ന് ഇവിടെ ജോലി ചെയ്യുന്ന നമ്മുടെ സഹോദരങ്ങൾക്ക് മലയാളം നല്ലതായിട്ട്. എങ്ങനെയാ ഇതെല്ലാം ആ കഴിവ് ദൈവം കൊടുത്തേക്കുന്ന ടു അണ്ടർസ്റ്റാൻഡ് ആൻഡ് യൂസ് ലാംഗ്വേജ്. ഇതെല്ലാം മനസ്സിന്റെ എബിലിറ്റിയാ. ഓക്കെ, സോ അങ്ങനെ ഈ എബിലിറ്റി, ഈ കോഗ്നേറ്റീവ് എബിലിറ്റിയാ നമ്മള് തിങ്കിങ്ങിനും നമ്മുടെ തോട്ട് പ്രോസസ്സിങ്ങിന്, മനസ്സിലാക്കാന്, റീസൺ ചെയ്യാൻ എല്ലാം ഉപയോഗിക്കുന്നത്. പ്രോവേർബ്സ് 23:7 ഒന്ന് വായിക്കാമോ? സദൃശവാക്യങ്ങൾ അല്ലേ, 23:7. പിന്നെ ഫിലിപ്പീൻസ് 4:8. 23:7. മലയാളത്തിൽ 23:7. സദൃശവാക്യം 23:7. അവൻ തന്റെ മനസ്സിൽ കണക്ക് കൂട്ടുന്നത് പോലെ ആകുന്നു, തിന്നു കുടിച്ചുകൊള്ളുക എന്ന് അവൻ നിന്നോട് പറയും. അവന്റെ ഹൃദയമോ നിനക്ക് അനുകൂലമല്ല. ഓക്കെ, സോ മനസ്സ് ചെയ്യുന്ന ജോലികൾ നോക്കിക്കേ. അത് എന്താ ചെയ്യുന്ന അവിടെ? എന്ത് ജോലി അത് ചെയ്യുന്ന? തിന്നു കുടിച്ചുകൊള്ളും. മനസ്സ് ചെയ്യുന്ന ജോലി. അതിന് മുമ്പേ ആദ്യം ഒരു ജോലി പറയുന്നുണ്ടല്ലോ, കണക്ക് കൂട്ടുന്നു. കണക്ക് കൂട്ടും. സോ ഇറ്റ് ഹാസ് ദ തിങ്കിങ് എബിലിറ്റി. അങ്ങനെ ഫിലിപ്പീൻസ് 4:8 കൂടെ ഒന്ന് വായിച്ചേ.
ഒടുവിൽ സഹോദരന്മാരെ, സത്യമായതൊക്കെയും ഘനമായതൊക്കെയും നീതിയായതൊക്കെയും നിർമ്മലമായതൊക്കെയും രമ്യമായതൊക്കെയും സൽകീർത്തിയായതൊക്കെയും സൽഗുണമോ പുകഴ്ചയോ അതൊക്കെയും ചിന്തിച്ചുകൊള്ളുവിൻ. ചിന്തിക്കാൻ, തിങ്കിങ്. ഇതാ നമ്മുടെ മൈൻഡിന്റെ എബിലിറ്റീസ് നമുക്ക് തന്നത്. പിന്നെ അടുത്തത് കൊലോഷ്യൻസ് 1:9 ഫസ്റ്റ് കൊരിന്ത്യൻസ് 2:16 കൂടെ വായിക്കണം മലയാളത്തിലെ. കൊലോഷ്യർ 1:9 1 കൊരിന്ത്യർ 2:16. അതുകൊണ്ട് ഞങ്ങളത് കേട്ടതാണ് നിങ്ങൾക്ക് വേണ്ടി, കേട്ട നാൾ മുതൽ നിങ്ങൾക്ക് വേണ്ടി ഇടപെടാതെ പ്രാർത്ഥിക്കുന്നു. അത്രേ ഉള്ളൂ. കൊലോഷ്യൻസ് 1:9. ഒന്നോടൊന്ന് വായിക്കാതെ. അതുകൊണ്ട് ഞങ്ങൾ അത് കേട്ട നാൾ മുതൽ നിങ്ങൾക്ക് വേണ്ടി ഇടപെടാതെ പ്രാർത്ഥിക്കുന്നു. ഓക്കെ, അതിന്റെ 1 വേഴ്സ് മുമ്പേ ഒന്ന് വായിച്ചേ. 8 to 9 കൂടെ ഒന്ന് വായിക്കാം. അവൻ നിങ്ങൾക്ക് വേണ്ടി ക്രിസ്തുവിന്റെ വിശ്വസ്ത ശുശ്രൂഷകനും നിങ്ങൾക്ക് ആത്മാവിനാലുള്ള സ്നേഹം ഞങ്ങളോട് അറിയിച്ചവനും ആകുന്നു. അതുകൊണ്ട് ഞങ്ങൾ അത് കേട്ട നാൾ മുതൽ നിങ്ങൾക്ക് വേണ്ടി ഇടപെടാതെ പ്രാർത്ഥിക്കുന്നു. ഓക്കെ, സോ ക്രിസ്തുവിന്റെ അത് ഒന്നോടൊന്ന് ക്രിസ്തുവിന്റെ ശുശ്രൂഷകൻ ആത്മാവിനാലുള്ള സ്നേഹം ഞങ്ങളോട് അറിയിച്ചവനുമാകുന്നു. അറിയിച്ചോളാം. സോ അണ്ടർസ്റ്റാൻഡ് ചെയ്യാനും പുതിയ ഇൻസൈറ്റ് കിട്ടാനും കപ്പാസിറ്റി ഉള്ള മൈൻഡ്. ഫസ്റ്റ് കൊരിന്ത്യൻസ് 2:16 ആണെങ്കിലോ, കർത്താവിന്റെ മനസ്സ് അറിഞ്ഞ് അവനെ ഗ്രഹിപ്പിക്കാവുന്നവൻ ആർ? നാമോ ക്രിസ്തുവിന്റെ മനസ്സുള്ളവർ ആകുന്നു. സോ നമ്മുടെ മൈൻഡ് ക്രിസ്തുവിന്റെ മനസ്സ്, അതാണ് നമുക്കും തന്നിരിക്കുന്നത്. ഇനി മൂന്നാമത്തേത്, അതില് ഈ മനസ്സിൽ നിന്ന് ഇന്റൻഷൻസ് വരും, മോട്ടിവേഷൻസും വരും. അതിലെ പ്രോവേർബ്സ് ഒന്ന് വായിക്കാം. 19:21. ഹൃദയത്തിന്റെ ഡിസയേഴ്സ് അല്ല, പ്രോവേർബ്സ് 19:21. മനുഷ്യന്റെ ഹൃദയത്തിൽ പല വിചാരങ്ങളുമുണ്ട്, യഹോവയുടെ ആലോചന നിവൃത്തിയാകും. മനുഷ്യന്റെ ഹൃദയത്തിൽ പല വിചാരങ്ങളുമുണ്ട്, യഹോവയുടെ ആലോചനയോ നിവൃത്തിയാകും. പല പല വിചാരങ്ങൾ ഉണ്ട്, പ്ലാൻസ് ഉണ്ട്. ഇംഗ്ലീഷിൽ പ്ലാൻസ് ഉണ്ട്. സോ ഈ പ്ലാൻസ് എല്ലാം ദൈവത്തിന്റെ പർപ്പസേ നടക്കത്തുള്ളെന്ന് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാം. ഓക്കെ, നൗ കംസ് ദ ലാസ്റ്റ് പാർട്ട്. ആ കീ വേർഡ്സിന്റെ ലാസ്റ്റ് എന്തോ? ആദ്യം പൂർണ്ണ ഹൃദയം, പൂർണ്ണ ആത്മാവ്, പൂർണ്ണ മനസ്സ്, പിന്നെ ലാസ്റ്റ് എന്തോ? പൂർണ്ണ ശക്തി. ശക്തി. അത് എന്തൊക്കെയായിരിക്കും ഈ ശക്തി? എന്താ ഉദ്ദേശിക്കുന്നത്? ഈ ശക്തി എന്ന് പറഞ്ഞാൽ എന്താ? പവർ, നമ്മുടെ മാക്സിമം കഴിവ്. പവർ പറയുമ്പോ ഫിസിക്കൽ പവർ ആണോ പറഞ്ഞേ? അല്ല. ഓക്കെ. ഇനി ഫിസിക്കൽ പവർ വരത്തില്ലേ അതില്? വരും. വരുമോ? എക്സാമ്പിൾ പറയാമോ? സിസ്റ്റർ ജെസ്സി ഒരു എക്സാമ്പിൾ പറയാമോ നമുക്ക് ഫിസിക്കൽ പവർ എന്ന് പറയുമ്പോ? എന്തോ? ഹൃദയം നിറഞ്ഞ് കവിയുന്നതല്ല വായു സംസാരിക്കുന്നത്. ഫിസിക്കൽ പവർ ആണെങ്കിൽ എന്തായിരിക്കും? ഹെൽപ്പിംഗ് അതേഴ്സ്. യെസ്. ഹൗ? വിച്ച് ഓൾ വേ? ഏതെല്ലാം വഴി? മറ്റുള്ളവരുടെ കാര്യങ്ങൾ മനസ്സിലാക്കി സഹായിക്കുക. നമ്മളെ കൊണ്ടുള്ള കഴിവ്, പൈസ കൊണ്ട് സഹായിക്കാം, പൈസ കൊണ്ട് ചെയ്യാം, പിന്നെ മനസ്സിലാക്കാം. ഫിസിക്കലായിട്ട് വരുമ്പം പ്രായമുള്ളവരെ പോയി കാണാം, മറ്റുള്ളവരെ മനസ്സിലാക്കാം. ഇത് physical presence itself is a comfort. ഇറ്റ്സ് എ കംഫർട്ട് അല്ലേ? സോ നമ്മള് ഈ സ്ട്രെങ്ത് എന്ന് കാണിക്കുന്നത് ഫിസിക്കലും എമോഷണലും ഉണ്ട് അതില്. നമ്മുടെ ഫിസിക്കൽ എനർജി യൂസ് ചെയ്യുന്നതും എമോഷണൽ എനർജി യൂസ് ചെയ്യുന്നതും ആണ് ഈ സ്ട്രെങ്ത് എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത്.
എന്ന് പറയുമ്പോൾ നമ്മൾ ഫിസിക്കലി ഒരാളെ ഹെൽപ്പ് ചെയ്യാൻ, ഇപ്പൊ പ്രായമുള്ളവരെ ഹെൽപ്പ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അവരെ പോയി ഒന്ന് കരുതുക, ഒന്ന് ഹെൽപ്പ് ചെയ്യുക, ചിലപ്പോൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോവുക, ചിലപ്പോൾ അവര് ഛർദിച്ചെങ്കിൽ അതൊന്ന് പോയി ക്ലീൻ ചെയ്യുക, അവർക്ക് ഫുഡ് കുക്ക് ചെയ്ത് കൊടുക്കുക. സോ മെനി തിങ്സ് നമുക്ക് ചെയ്യാം. അത് നമ്മുടെ ഫിസിക്കൽ സ്ട്രെങ്ത് കൊണ്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. പിന്നെ എനർജി ആണെങ്കിൽ നമ്മൾ എന്ത് എനർജി, ഇതെല്ലാം ചെയ്യുമ്പോൾ എങ്ങനെയാ നമ്മുടെ എനർജി, നമ്മൾ പൂർണ്ണ ആ എന്തൂസിയാസം ഉണ്ടോ, സന്തോഷത്തോടാണോ? ദൈവം നോക്കുന്ന അവിടെ നമ്മുടെ നേരത്തെ നമ്മൾ വായിച്ച നമ്മുടെ ഹൃദയം ദൈവം നോക്കുന്നു. നമ്മുടെ ആക്ഷൻസിനേക്കാൾ ഇമ്പോർട്ടന്റ് ആ ആക്ഷൻ ചെയ്യുന്നതിന്റെ ഹൃദയം ദൈവം നോക്കുന്നത്. അതുപോലെ ഇപ്പം സാക്രിഫിഷ്യലി ദൈവം സ്നേഹിക്കുന്നത് നമ്മുടെ ആഗ്രഹങ്ങൾ, നമ്മുടെ എമോഷൻസ് മാറ്റി വച്ചിട്ട് മറ്റുള്ളവരുടെ ആഗ്രഹങ്ങൾ സാധിപ്പിച്ചു കൊടുക്കുന്നതും. നമുക്കറിയാലോ, ഞങ്ങക്ക് ഷൈനി അഭിലാഷ് അവരും ഞങ്ങൾ എല്ലാവരും കൂടെ HIV കാരുടെ ഇടയിൽ വർക്കുണ്ട്. അവർക്ക് എല്ലാ മാസവും പ്രൊവിഷൻസ് ഫുഡ് കിറ്റ് കൊടുക്കുന്നുണ്ട്. അവർക്ക് ആരോഗ്യമില്ല, ശക്തിയില്ല, ജോലി ചെയ്യാനുള്ള കഴിവില്ല. സോ അവർക്ക് മന്ത്ലി കഴിക്കാനുള്ള ഫുഡ് കിറ്റ് കൊടുക്കുന്നു. ഇത് സ്പോൺസർ ചെയ്യുന്നത് നമ്മുടെ ദൈവത്തിന്റെ മക്കള്, വെളിയിലുള്ള മക്കളാ ഇത് സ്പോൺസർ ചെയ്യുന്നത്. നമ്മള് നോക്കിയാല് അവരവരുടെ ഉള്ള അബണ്ടൻസിൽ കൊടുക്കുന്നതല്ല, ഒത്തിരി ഉള്ളതുകൊണ്ട് അതിൽ കുറച്ച് കൊടുക്കുന്ന അങ്ങനെയല്ല അവര് ചെയ്യുന്നത്. ഞങ്ങൾ കേട്ടിട്ടുണ്ട് ആൾക്കാര് പറയുന്നത്, അവര് ചെയ്യുന്ന പ്രവൃത്തി അവരുടെ ആവശ്യങ്ങൾക്കുള്ള പൈസ മാറ്റി വെച്ചിട്ട് അതാണ് അവര് മറ്റുള്ളവർക്ക് വേണ്ടി കൊടുക്കുന്നത്. അവര് ചിലപ്പോ മീറ്റോ ചിക്കനോ കഴിക്കാതെ മറ്റുള്ളവർക്ക് കൊടുക്കാനുള്ള മാറ്റി വെക്കുന്നത്. അതാണ് സാക്രിഫിഷ്യൽ ലവ്. അതാണ് അത് സ്ട്രെങ്ത്. സാക്രിഫിഷ്യൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വന്തം ആഗ്രഹങ്ങൾ മാറ്റി വെക്കുന്നത്. അത് ഈസി അല്ല. ഈസി ആണോ ആഗ്രഹങ്ങൾ മാറ്റി വെക്കുന്നത്? അല്ല അല്ല. ഇറ്റ്സ് നോട്ട് ഈസി. സോ അതുകൊണ്ട് ഫിസിക്കലി നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതും എമോഷണലി ഇൻവെസ്റ്റ് ചെയ്യുന്നതും ഇതെല്ലാം ദൈവത്തിനെ സ്നേഹിക്കുന്ന, പൂർണ്ണ ആരോഗ്യത്തോടെ സ്ട്രെങ്ത് കൊണ്ട് സ്നേഹിക്കുന്നെന്ന് പറയുമ്പോൾ ഇതാണ് ഐ മീൻ ചെയ്യുന്നത്. നമ്മുടെ റിസോഴ്സസ് ഉണ്ടല്ലോ, ടൈം മറ്റുള്ള ഇപ്പൊ നേരത്തെ പറഞ്ഞില്ലേ, കുറച്ചു നേരം കേൾക്കാൻ, അവര് പറയുന്നതൊന്ന് കേൾക്കാൻ, അതും ദൈവത്തിനെ നമ്മൾ അങ്ങനെ ചെയ്താൽ ദൈവത്തിനെ നമ്മൾ സ്നേഹിക്കുക പൂർണ്ണ നമ്മുടെ സ്ട്രെങ്ത് കൊണ്ട്, നമ്മുടെ ടാലൻസ്, പൈസ, ഏത് രീതിയിലും ഇതെല്ലാം ദൈവത്തിനെ സ്ട്രെങ്തോടെ നമ്മൾ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ. പിന്നെ ഈവൻ വർഷിപ്പിംഗ് ഗോഡ്, ദൈവത്തിനെ സ്നേഹിക്കുമ്പോൾ എന്ന് പറയുമ്പോൾ സ്ട്രെങ്ത് എന്ന് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ എക്സ്പ്രസ് ചെയ്യും, നമ്മുടെ സ്നേഹം എക്സ്പ്രസ് ചെയ്യുന്നത്. അതും ഇറ്റ്സ് ലവിങ് ഗോഡ് വിത്ത് ഓൾ ഓഫ് അവർ സ്ട്രെങ്ത്. പിന്നെ നമ്മൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ആറ്റിറ്റ്യൂഡ് എന്ന് പറയുമ്പോൾ പൂർണ്ണമായിട്ട് നമ്മൾ സറണ്ടർ ചെയ്യും. നമ്മൾ ദൈവത്തിനെ പൂർണ്ണ ശക്തിയോട് സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ ഹിതത്തിന് നമ്മൾ സറണ്ടർ ചെയ്യും. നമ്മുടെ ഇഷ്ടമല്ല, ദൈവത്തിന്റെ ഹിതം, അവന്റെ കൽപ്പനകൾ നമ്മൾ ഫോളോ ചെയ്യും. സോ അങ്ങനെ നമ്മൾ ഇതെല്ലാം നമ്മൾ ചെയ്യുവാണെങ്കിൽ അത് കാണിക്കുന്ന നമ്മുടെ കമ്മിറ്റ്മെന്റും ഡിവോഷനും, ദൈവത്തിനെ സ്നേഹിക്കുന്ന ലവിങ് ഗോഡ് വിത്ത് ഓൾ ഓഫ് അവർ സ്ട്രെങ്ത്. ഓക്കെ, സോ ഇതാണ് ആ 4 കോമ്പണൻസ്, ആ 4 പാർട്സ് ആ വാക്യത്തിന്റെ നമ്മൾ ഡിസ്കസ് ചെയ്ത് ഇത്രയും ഈ 2 ക്ലാസ്സും ഉണ്ട്. ഫസ്റ്റ് വൺ ഇസ് ലവിങ് ദ ലോർഡ് വിത്ത് ഓൾ അവർ ഹാർട്ട്. ഹൃദയം കൊണ്ട് എങ്ങനെ സ്നേഹിക്കാം, എന്തൊക്കെയാ ഹൃദയത്തിൽ വരുന്നത്, അതാണ് നമ്മൾ ഒന്ന് നോക്കിയത്. 2 സോള്, ആത്മാവ് വെച്ച് എന്തെല്ലാം പാർട്സ് ആത്മാവിന്റെ ദൈവത്തിനെ സ്നേഹിക്കണമെന്ന് പറയുമ്പോൾ എന്തുവാ ഈ ആത്മാവ് വെച്ച് സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ മീനിങ്? ഇപ്പൊ മനസ്സിലായി എന്താ അതിന്റെ മീനിങ്? ആത്മാവ് വെച്ച് ദൈവത്തിനെ സ്നേഹിക്കണോന്ന് പറഞ്ഞാൽ എന്താ, ഒന്ന് പറയാമോ? പൂർണ്ണ മനസ്സോടെ നമ്മൾ ദൈവത്തെ പൂർണ്ണ മനസ്സ്. ഇനി ആത്മാവ് വെച്ച് ദൈവത്തിനെ സ്നേഹിക്കണോന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ എല്ലാ ചിന്തകളും, ഡിസൈർസും, തോട്ട്സും എല്ലാം, ചിന്തകള്, തോട്ട്സ്, പിന്നെന്താ, ഇമോഷൻസും,
നമ്മുടെ തീരുമാനവും ദൈവത്തിന്റെ ഹിതപ്രകാരമായിരിക്കണം. ആയിരിക്കണം നമ്മുടെ ബിഹേവിയർ. നമ്മൾ പറഞ്ഞില്ലേ, സോൾ എന്ന് പറയുമ്പോൾ നമ്മൾ ചിന്തിക്കുന്നത്, നമ്മൾ ഫീൽ ചെയ്യുന്നത്, നമ്മൾ ബിഹേവ് ചെയ്യുന്നത്, നമ്മുടെ പേഴ്സണാലിറ്റി, അത് മൊത്തം കൊണ്ടുവേണം നമ്മൾ ദൈവത്തിന് മുൻഗണന കൊടുക്കുക, ദൈവത്തിന്റെ ഇഷ്ടപ്രകാരം. അങ്ങനെ എന്താ പറയുന്നത് അതനുസരിച്ച് ചെയ്യുവാണെങ്കിൽ ദൈവത്തിന്റെ പൂർണ്ണ ആത്മാവ് കൊണ്ടാണ് നമ്മൾ സ്നേഹിക്കുന്നത്. പൂർണ്ണ മനസ്സുകൊണ്ട് സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ മീനിങ് എന്താ? അതെങ്ങനെ ചെയ്യാൻ പറ്റുന്നത്? പൂർണ്ണ മനസ്സുകൊണ്ട്, മൈൻഡ് ബുദ്ധി സറണ്ടർ ആവണം. പിന്നെ ബുദ്ധി ഗ്രഹിക്കാനുള്ള. ഇപ്പം നാം പറഞ്ഞില്ലേ, കോഗ്നേറ്റീവ് എബിലിറ്റീസ് ദൈവം തന്നിട്ടുണ്ടല്ലോ. പെർസീവ് ചെയ്യാൻ, കാണുന്നത്, ഇൻഫർമേഷൻ എടുക്കുന്നത്, അകത്തോട്ട് നമ്മുടെ മനസ്സിലേക്ക് എടുക്കുന്ന ഇൻഫർമേഷൻ. ദൈവത്തിനെ സ്നേഹിക്കുന്ന ഒരു കുട്ടി, ഒരു വ്യക്തി എന്താ ചെയ്യുന്നത്? എന്ത് ഇൻഫർമേഷൻ അകത്തോട്ട് മൈൻഡിൽ കയറ്റും, എന്ത് ഇൻഫർമേഷൻ കേറ്റത്തില്ല. ദൈവത്തിന് ഇഷ്ടമുള്ളത് മാത്രം ദൈവത്തിന് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളെ നാം ചെയ്യത്തില്ല. ഇപ്പൊ മൊബൈൽ നമ്മൾ എല്ലാരും യൂസ് ചെയ്യുന്ന മൊബൈൽ റീൽസ് കാണുന്നത് സിമ്പിൾ എക്സാമ്പിൾ. നമ്മൾ അന്നേരം അത് പെർസീവ് ചെയ്യുക, കാണുമ്പോ എങ്ങനെ യഥാർത്ഥമായിട്ട് ദൈവത്തിനെ സ്നേഹിക്കുമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ആ റീൽസ് കാണുമ്പോ എന്തോ മാറ്റിക്കളയണം. കാണാണ്ടാത്ത കാര്യങ്ങൾ, ദൈവത്തിന് ഇഷ്ടമില്ലാത്ത കാര്യം ഇമ്മീഡിയറ്റ്ലി നമ്മൾ മാറ്റുക, അല്ലേ? ജോൺ കുര്യൻ അങ്കിൾ പണ്ട് പറഞ്ഞ കേട്ടിട്ടുണ്ട്, നമുക്ക് നമ്മുടെ തലയുടെ മേളിൽ കൂടെ ബേർഡ്സ് കൂട് വെക്കാൻ അനുവദിക്കരുത്. അത്രേ ഉള്ളതില്, അല്ലേ? സോ നമ്മൾ പെർസീവ് ചെയ്യുന്ന, കാണുന്ന കാര്യങ്ങൾ, മൈൻഡ് വെച്ച് ദൈവത്തിനെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ കാണുന്ന കാര്യങ്ങള്, കേൾക്കുന്നത്, കഴിക്കുന്നത്, ശ്വസിക്കുന്നത്, നമ്മുടെ ശരീരത്തിൽ യൂസ് ചെയ്യുന്നത്, ടച്ച് ചെയ്യുന്ന കാര്യം, ഇതെല്ലാം ദൈവത്തിന് ഇഷ്ടപ്രകാരം മാത്രം ചെയ്യണം. ഓരോ കാര്യങ്ങൾ, ഓരോ തോട്ട്സ്, അതെല്ലാം ഓരോ ചിന്തകൾ വരുമ്പോഴും നമ്മൾ എപ്പോഴും നമുക്കൊരു ബോധം വേണം. നമുക്ക് എന്താ, ദൈവത്തിന് ഇഷ്ടമാണോ അത്, അല്ലയോ? ആ ഒരു ചിന്തയിൽ വരണം. നമ്മളെ തന്നെ ട്രെയിൻ ചെയ്ത് കൊണ്ടുവരണം. അതാണ് ഈ വേഴ്സ് മീൻ ചെയ്യുന്നത്. ലവ് ദ ലോർഡ് വിത്ത് ഓൾ യുവർ ഹാർട്ട്, വിത്ത് ഓൾ യുവർ മൈൻഡ്, വിത്ത് ഓൾ യുവർ സോൾ ആൻഡ് വിത്ത് ഓൾ യുവർ സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ നമ്മുടെ എല്ലാ എനർജി കൊണ്ട്, ഫിസിക്കലും എമോഷണൽ എനർജി കൊണ്ട് ദൈവത്തിനെ സെർവ് ചെയ്യണം. ഓക്കെ, ടൈം ആയല്ലേ? ഓക്കെ, സോ ഇത്രയും മനസ്സിലായോ? നോട്ട് തരുമോ? നോട്ട് ഞാൻ മലയാളം എഴുതാറില്ല, അതുകൊണ്ട് എനിക്കറിയത്തില്ല. ഇംഗ്ലീഷ് മതി. ഇംഗ്ലീഷ് മതി. PPT തന്നാ മതിയോ? ഈ ഉണ്ടാക്കിയ PPT തന്നാ മതി ആന്റി, PPT തന്നാ മതി. അത് ചെയ്യാം. ഈ ലാസ്റ്റ് ക്ലാസ്സിൽ ഞാൻ അത് തരാം. ഓക്കെ, സോ ഞാൻ ഇവിടെ കൊണ്ട് നിർത്തുക. ഇനി അടുത്ത ക്ലാസ് തൊട്ട് മെന്റൽ ഹെൽത്ത്, ഇപ്പൊ നമ്മൾ നോക്കിയത് മെന്റൽ ഹെൽത്തിനെ കുറിച്ച്. ബിഗിനിങ് മെന്റൽ ഹെൽത്തിൽ എന്തെല്ലാം കോമ്പണൻസ് വരും, ബൈബിൾ എന്താണ് പറയുന്നത്, മനസ്സിനെ കുറിച്ച് പറയുന്നുണ്ടോ, എന്തെല്ലാം ഘടകങ്ങൾ കോമ്പണൻസ് വരുമെന്നാണ് ഇപ്പം നോക്കിയത്. ഇനി അടുത്ത ക്ലാസ് തൊട്ട് ഈ മെന്റൽ ഹെൽത്ത് എങ്ങനെയാ ഇപ്പം, എന്തു പറ്റി, അതിനെ കുറിച്ചെല്ലാം നമുക്ക് കുറച്ച് കൂടുതൽ ഇൻഡെപ്ത് ആയിട്ട് പഠിക്കാം. ഓക്കെ, സോ ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇത് എന്റെ വാട്സാപ്പ് നമ്പറാ, ഫോണും ചെയ്യാം. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഇതിൽ മെസ്സേജ് ചെയ്താൽ മതി. ഞാൻ ആ ഡൗട്ട്സ് ക്ലിയർ ചെയ്യാൻ മാക്സിമം നോക്കാം. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഓക്കെ സിസ്റ്റർ ലവ്ലി. ഓക്കെ ആന്റി, പിന്നെ ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നമുക്ക് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ല സ്റ്റഡിയാണ് ഈ ദിവസങ്ങൾ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. വാസ്തവത്തിൽ നാം ഭാഗ്യമുള്ളവരാണ്. ദൈവത്തിന്റെ കരുണ നമ്മുടെ മേലുണ്ട്. ഇതെല്ലാം തരം തിരിച്ച് മനസ്സിലാക്കാനുള്ള ഒരു ചാൻസ് ദൈവം നമ്മുടെ മുമ്പിൽ തന്നിരിക്കുകയാണ്. നമ്മൾ മാക്സിമം അത് യൂസ് ചെയ്യുക. ഇതുമായിട്ട് ഇന്നത്തെ ക്ലാസ് എനിക്ക് തോന്നുന്നു സ്പിരിറ്റ് ആൻഡ് സോൾ ഇതൊക്കെ പറഞ്ഞപ്പോൾ അത് പിന്നെ എന്തെങ്കിലും അതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ടെനിയാൻറ്റിയെ വിളിച്ച് നിങ്ങൾക്ക് അത് ഡിസ്കസ് ചെയ്യാം. പിന്നെ ആൻറ്റിയുടെ നമ്പർ എൻ്റെ കൈവശമുണ്ട്, വേണമെങ്കിൽ ഞാനത് തരാം. അപ്പോൾ നമുക്ക് ഡൗട്ട്സ് ഒക്കെ ക്ലിയർ ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് ദൈവം സഹായിക്കട്ടെ. ടെനിയാൻറ്റി ഓർത്ത് പ്രത്യേകം പ്രാർത്ഥിക്കണം. കാരണം എനിക്ക് തോന്നുന്നു ഇതിന്റെ പിന്നിൽ ഒരുപാട് എഫേർട്ട്
പ്രിയ ആന്റി എടുക്കുന്നുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. കാരണം ഇത്രയും ഡിവൈഡ് ചെയ്ത് തരം തിരിച്ചതൊക്കെ പറഞ്ഞു തരാനും വേണ്ടി, പ്രത്യേകിച്ച് മലയാളം അത്ര ഓക്കെ അല്ല, എന്നിട്ട് പോലും ഇത്രയും നന്നായിട്ട് മലയാളത്തിൽ ക്ലാസ്സുകൾ എടുക്കുമ്പോൾ അതിന്റെ പിന്നെ നന്നായിട്ട് എഫേർട്ട് എടുക്കുന്ന നമുക്കറിയാം. പ്രത്യേകം ആന്റി ഓർത്തും എല്ലാവരും പ്രാർത്ഥിക്കണം. അടുത്ത ആഴ്ചത്തെ ക്ലാസ്സിന് വേണ്ടി നമ്മൾ എപ്പോഴും പറയുന്നത് പോലെ ഇന്ന് മുതൽ എല്ലാവരും പ്രാർത്ഥിക്കുക. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഒരിക്കൽ കൂടി പങ്കെടുത്ത എല്ലാവരോടും നന്ദി പറയുന്നു. ഇപ്പോൾ നമ്മുടെ ആനി ആന്റി പോയോ? ഓക്കെ, മേബിൾ ലോറൻസ് ആന്റി. മേബിൾ ആന്റി പ്രാർത്ഥിച്ച് നമുക്ക് ക്ലോസ് ചെയ്യാം. നമുക്ക് പ്രാർത്ഥിക്കാം. കരുണയുള്ള ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട സന്ധ്യായാമത്തിനായിട്ട് സ്തോത്രം. ഞങ്ങളുടെ പെൺമക്കളാവും ഞങ്ങൾക്ക് കർത്താവെ വീണ്ടും അവിടുത്തെ സന്നിധിയിലേക്ക് കടന്നു വരുവാൻ ഒരു ദിവസം കൂടി തന്നു. കർത്താവെ, ഞങ്ങൾ കർത്താവെ പൂർണ്ണ ശക്തിയോടെ, പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ആത്മാവോടെ അവിടുത്തെ സ്നേഹിക്കുകയും സേവിക്കുകയും ചെയ്യേണ്ടത് എങ്ങനെയെന്നുള്ളത് ഞങ്ങൾക്ക് ഇന്ന് മനസ്സിലാക്കുവാൻ തക്കോണം. കർത്താവിന്റെ ദാസി അവിടുന്ന് ബലപ്പെടുത്തിയതിനായിട്ട് സ്തോത്രം. ടിനിയാൻറ്റിക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. ഇങ്ങനെ ഒരു ക്ലാസ് ഞങ്ങൾക്ക് പറഞ്ഞു തരുവാൻ തക്കോണം അവിടുന്ന് ആത്മാവിൽ ബലപ്പെടുത്തിയതിനായിട്ട് കർത്താവെ സ്തോത്രം. ഞങ്ങൾക്ക് എല്ലാവർക്കും അത് മനസ്സിലാക്കുവാൻ തന്ന കൃപയ്ക്കായിട്ട് സ്തോത്രം. കൂടി വന്നിരിക്കുന്നതിന്റെ ജനത്തെ ഓർക്കണമേ കർത്താവെ. അവിടുന്ന് അല്പസമയം വേർപെട്ട് കർത്താവെ ഞങ്ങൾക്ക് ഒന്നിച്ച് അവിടുത്തെ നാമത്തെ ഉയർത്തുവാൻ തന്ന ഭാഗ്യത്തിനായിട്ട് സ്തോത്രം. കടന്നു വന്നിരിക്കുന്ന എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യണമേ. ലീഡ് ചെയ്തതിന്റെ മകളെ ഓർത്തും സ്തോത്രം ചെയ്യുന്നു. ഇനിയും ധാരാളമായിട്ട് അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യുമാറാകണം എന്ന് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ ഞങ്ങൾ താൽക്കാലികമായിട്ട് പിരിയുന്നു കർത്താവെ. രാത്രി ഞങ്ങൾ വിശ്രമിക്കുമ്പോൾ ദൂതന്മാരുടെ കാവലും സംരക്ഷണവും ഞങ്ങൾക്ക് ധാരാളമായിട്ട് തരുമാറാകണം എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സമാധാനത്തോടെ ഉറങ്ങുവാൻ ഞങ്ങളെ സഹായിക്കുമാറാകണമേ. അവിടുന്ന് പ്രാർത്ഥന കേട്ടതിനായിട്ട് സ്തോത്രം. യേശു കർത്താവിന്റെ നാമത്തിൽ ചോദിക്കുന്നു, കരുണയോടെ കേൾക്കുമാറാകണമേ. ആമേൻ, ആമേൻ. താങ്ക് യു ആന്റി. അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി. ഗുഡ് നൈറ്റ്. നമുക്ക് നെക്സ്റ്റ് മൺഡേ നമുക്ക് എല്ലാവർക്കും വീണ്ടും കാണാം.